അമേരിക്കയിലെ ഓഫീസുകളൊക്കെ അടച്ചു പൂട്ടിക്കിട്ടിയിരിക്കുക. അവിടുത്തെ ഷട്ട് ഡൗൺ 6ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നു. ധനാനുമതി ബില്ലിൽ നിന്ന് വീണ്ടും സെനറ്റിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. 100 സെനറ്റിൽ 60 പേരുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ ആ ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റൂ. വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നേരിടുന്നത്. ഡെമോക്രാറ്റുകൾ സാധാരണഗതിയിൽ അമേരിക്കയുടെ രാഷ്ട്രീയ സംവിധാനം അനുസരിച്ച് ഈ സെനറ്റിലൊക്കെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ബില്ല് പാസ്സായി വരും. എന്നാൽ അതൊന്നും ഇപ്പോൾ ഡെമോക്രാറ്റുകൾ അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മധു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ശരിക്കും ഡെമോക്രാറ്റുകൾ ഒരു പടയൊരുക്കത്തിന് തന്നെയാണോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഡെമോക്രാറ്റുകളിലെ 7 പേരുടെ ഒരു കോക്കസ്, അവരാണ് ഈ ഉഭയകക്ഷി ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിലപേശലുകളിൽ ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് കഷ്ടപ്പെടുന്നത്. 4 പ്രാവശ്യമാണ് ഇപ്പോൾ സെനറ്റിൽ ഈ ഇടക്കാല ബജറ്റ് അപ്രൂവ് ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെടുന്നത്. ഇന്ന് വീണ്ടും വോട്ടെടുപ്പിനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇത് പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ശനിയാഴ്ചയും ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ചയാവുകയാണ്. അതുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകളൊന്നും നടക്കാത്തത് കൊണ്ട് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. 60 വോട്ടാണ് ഈ ഇടക്കാല ബജറ്റ് പാസ്സാകാനായിട്ട് വേണ്ടിയത്. ഇത് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ കൂട്ട പിരിച്ചുവിടലിനുള്ള സാധ്യത പറയുന്നുണ്ട് വൈറ്റ് ഹൗസ്. 5ാമത്തെ ദിവസമാണ് ഷട്ട് ഡൗണിലേക്ക് കയറുന്നത്. വൈറ്റ് ഹൗസ് ബജറ്റ് ഡയറക്ടർ റസ് വൗട്ടുമായി ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. അത് വളരെ നിർണായകമാണ്. ഇവരുടെ കൂടിക്കാഴ്ചയിലായിരിക്കും ഈ കൂട്ട പിരിച്ചുവിടൽ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ച നടന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഈ കൂട്ട പിരിച്ചുവിടൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പേര് വിട്ടിട്ടുണ്ട്. ഡെമോക്രാറ്റ് ലേ ഓഫ്സ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ പേരിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എസ്കൻ ഏതാണ്ട് 7.5 ലക്ഷത്തോളം ആൾക്കാരെ പിരിച്ചുവിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിദിന നഷ്ടം $400 മില്യൺ. നവംബർ 21 തീയതി വരെയുള്ള ഒരു താൽക്കാലിക ബജറ്റിന്റെ ഒരു അപ്രൂവലിന് വേണ്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ അഫോർഡബിൾ കെയർ ആക്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള പിടിവാശിയിലാണ് ഡെമോക്രാറ്റ്. എന്നാൽ ഇതിന്റെ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർ ആണെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വാദം. US കോൺഗ്രസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പറയുന്നത് ഡെമോക്രാറ്റ് ആണ് ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ്. പക്ഷേ ഡെമോക്രാറ്റുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെയും പഴിചാരുകയാണ്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.